വെൽക്കം ബാക്ക് ടു ഹാബിറ്റ്സ് ഓഫ് മീ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വെച്ചു. ഇത് നോമ്പിൻ്റെ തലേന്നാൾ ചെയ്ത വീഡിയോ ആണ്, പക്ഷേ ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് എഴുന്നേറ്റ് ഫ്രഷ് ആയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് അത് അടുക്കളയിലെത്തി. ഇത് ദോശയും ചമ്മന്തിയും ഉണ്ടാക്കാനാണ് പ്ലാൻ. ആ മാവ് അരച്ച് വെച്ചതുണ്ടായിരുന്നു. ഇനി ഒരു പാൻ വെച്ച് അത് ചുട്ടെടുക്കാം. ആദ്യമായിട്ടാണ് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഷോർട്സ് ആയിട്ട് ഞാനൊരു തവണ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കുറവുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ കുറവുകളും അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റിൽ പറയണേ. അപ്പോൾ ദോശ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ ചെയ്യേണ്ടത്. എനിക്ക് ചട്നിയേക്കാൾ ഇഷ്ടം ദോശയും ഈ ചമ്മന്തിയുമാണ്. ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും. ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചായ ഉണ്ടാക്കി വെച്ച് ഞാൻ ഇനി മുറ്റമടിക്കാൻ പോവുകയാണ്. മുറ്റമൊക്കെ വൃത്തിയാക്കി ചെടിയൊക്കെ ഒന്ന് നനച്ചാണ് ചായ കുടിക്കാറ്. അങ്ങനെയാണ് പതിവ്. കൂടുതൽ ആസ്വദിച്ച് കഴിക്കാനൊന്നും നിൽക്കില്ല. കാരണം കുട്ടി എഴുന്നേൽക്കുമ്പോഴേക്കും ചായ കുടിയും പാത്രം കഴുകലൊക്കെ ഒന്ന് കഴിക്കണം. എണീറ്റ് പിന്നെ ആൾ ഒന്നിനും തന്നെ സമ്മതിക്കില്ല. അപ്പോൾ അതേ ആൾ എഴുന്നേറ്റിട്ടുണ്ട്. ഇനി ബ്രഷ് ചെയ്യിച്ച് ആൾക്കൊന്ന് ചായ കൊടുക്കണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. അത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. രാവിലത്തെ 1 മണിക്കൂർ ഇങ്ങനെ പോവും. പല കഥകളും പറഞ്ഞ് പിന്നാലെ നടന്ന് ഞാൻ കുറച്ചെങ്കിലും കഴിപ്പിക്കും. എങ്കിലല്ലേ നമുക്കൊരു സമാധാനം ഉണ്ടാവും. ഞാൻ ഫുഡ് കൊണ്ട് എടുത്തു വരുമ്പോഴേക്കും ആൾ കരഞ്ഞു പോകും. എങ്ങനെയോ കഴിപ്പിച്ച ആളിതേ ഉച്ചക്കൽക്കുള്ള സാധനം വാങ്ങാൻ വേണ്ടി ഉപ്പാൻ്റെ കൂടെ പോയി. ആ സമയം ഞാൻ അടുത്ത പണികൾ തുടങ്ങി. അടിക്കലും തുടക്കലും അലക്കലും ഒക്കെ കഴിഞ്ഞു ഉച്ചക്കൽക്കുള്ള പരിപാടി തുടങ്ങി. ആളിവിടെ നല്ല വെറൈറ്റി കളിയിലാണ്. ആ സമയം ഇവിടെ ചോറായിട്ടുണ്ട്. അപ്പോൾ ചോറ് വാർത്തുകൊണ്ടിരിക്കുകയാണ്. കറി അടുപ്പിൽ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. അത് വേവുന്ന സമയം മീനൊക്കെ കഴുകി മസാല ആക്കി ഇത് പൊരിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ 2 പേരും കഞ്ഞിയൊക്കെ കുടിച്ച് ആളെ ഒന്ന് കുളിപ്പിച്ച് കടത്തി ഇറക്കി. പിന്നെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞത് ഫുഡ് കഴിക്കുകയാണ്. കാവലിരിക്കുന്നവർക്കും കൊടുത്തു. പിന്നെ ഒന്ന് ഉറങ്ങി നീച്ചതേ വൈകുന്നേരമായിട്ടുണ്ട്. ചായയും പഴംപൊരിയായിരുന്നു വൈകുന്നേരം. അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു. ആരെങ്ങോട്ട് ഇറങ്ങിയാലും കൂടെ പോകുന്നൊരു സ്വഭാവം ഉണ്ട് അവൾക്ക്. അങ്ങനെ അവൾ പോയി. പിന്നെ വൈകുന്നേരം ഇങ്ങനെ തേരാപാര നടക്കും, കുട്ടികളുടെ കളിയൊക്കെ കണ്ട്. അതിനിടയിൽ പുളിങ്ങ നിൽക്കുന്നത് കണ്ടപ്പോൾ അത് അറക്കാൻ പോയി. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നേരെ ഇരുട്ടായി. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവളുടെ ഒപ്പം കുറച്ച് നേരം കളിക്കും. പിന്നെ ആൾക്ക് ഫുഡ് കഴിക്കാനാണ്. ആൾക്ക് വീട്ടിലിരുന്ന ചോറ് ഇറങ്ങിയില്ല. അപ്പുറത്ത് പോയി TV കാണണം. അതിനുശേഷം ഞാൻ വന്ന് ഫുഡ് കഴിച്ച് ആളെ കിടത്തി ഇറക്കി. ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.